വാഹനം ഓടിക്കുന്ന ആർക്ക്, പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ആണെങ്കിൽ ഈ ഓഫ് റോഡിങ്ങിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ട്രെയിനിങ് സെഷൻ കൂടെയാണ്. കാരണം ഇവിടെ 80 റോവേഴ്സിൻ്റെ അതുപോലെ മഹേന്ദ്രയുടെ ടീമിലെ ആൾക്കാർ നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ഈ വണ്ടി നമ്മൾ ഓഫ് റോഡിൽ ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ ഈ പറയുന്ന ഒരു അപ്രോച്ച് ആംഗിളൊക്കെ അല്ലേ, നമ്മളൊരു കയറ്റം കയറുമ്പോൾ അതെ അടി തട്ടാതെ നമുക്ക് എങ്ങനെ വാഹനം നമുക്ക് ഓടിക്കാൻ പറ്റുന്നുള്ള ടെക്നിക്കലായിട്ടുള്ള ടിപ്സ് എല്ലാം പറഞ്ഞു. സോ എനി 4-wheel ഡ്രൈവ് വെഹിക്കിൾസ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം നമ്മുടെ ഈ 4-wheel ഡ്രൈവ് സെലക്ടറാണ്. 4-wheel ഡ്രൈവ് സെലക്ടർ ഇതിൽ നമുക്കിപ്പോൾ വരുന്നത് വെച്ചാൽ നമ്മൾ നോർമൽ ഡ്രൈവിൽ ഇടുന്നത്. അപ്പോൾ ബൈഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇത് സിബിചേട്ടനാണ്, SS മഹേന്ദ്രയുടെ ഓണറാണ്. സിബിചേട്ടൻ, നമ്മൾ ആക്ച്വലി ഇന്ന് എന്താണ് ചെയ്യുന്നത് വേണ്ടത്? So first of all, welcome Robin to the show, to the grand Thar experience. So ഇന്ന് നമ്മൾ ട്രിവാൻഡ്രത്ത് താറിന്റെ കസ്റ്റമേഴ്സിന് എക്സ്ക്ലൂസീവ് ഒരു താർ എക്സ്പീരിയൻസ് ആണ് ഷോക്കേസ് ചെയ്യുന്നത്. താർ എക്സ്പീരിയൻസ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ട്രിവാൻഡ്രം പോലെ ഒരു മേഖലയിൽ ഒരിക്കലും ഒരു ഓഫ് റോഡിംഗ് പർപ്പസ് കസ്റ്റമറിന് കിട്ടുന്നില്ല. എല്ലാവരും ഒരു സിറ്റി ലൈഫ്, ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എക്സ്ക്ലൂസീവ്ലി ഈ താർ എക്സ്പീരിയൻസിന് വേണ്ടി സ്ഥലം എടുത്ത് ഒരു ഓഫ് റോഡ് പോലെ ക്രിയേറ്റ് ചെയ്ത് ഇൻക്ലൈന്, ആർട്ടിക്കുലേഷന്, ഡിപ്പ്, വാട്ടർ വെയ്ഡിങ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ കസ്റ്റമേഴ്സ് വന്നിട്ട് താറിൻ്റെ യഥാർത്ഥ കപ്പാബിലിറ്റി മനസ്സിലാക്കി ഇത് ഓടിച്ച് ഇതിൻ്റെ കപ്പാസിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ് ഈ താർ എക്സ്പീരിയൻസ്. ഒരു താർ എക്സ്പീരിയൻസ് അല്ലേ? ശരിയാണ്. കാരണം ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ പൊതുവേ നമുക്കൊരു ഹിൽ ഏരിയ ഒക്കെ വളരെ കുറവാണ്. പൊന്മുടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കൂടുതൽ സിറ്റി റൈഡ്സ് ആണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ ശരിക്കും ഈ ഒരു വണ്ടിയുടെ കേപ്പബിലിറ്റി, ശരിക്കും ഇതൊരു 4x4 വണ്ടിയാണ്. അപ്പോൾ ഇതിലൊരു കേപ്പബിലിറ്റി ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ട്രാക്കാണ് ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ട്രിവാൻഡ്രത്ത് ആക്കുളത്താണ്. അപ്പം ഇത് എത്ര ദിവസം കൊണ്ടാണ് ചേട്ടാ ഈ ഒരു ഇവന്റ് പ്ലാൻ ചെയ്യുന്നത്? ഇത് ലാസ്റ്റ് 1 മന്തിന്റെ ഒരു പ്രോഗ്രസ് ആണ്. ഒരു 4 to 5 days എടുത്ത് ട്രാക്ക് മാത്രം സെറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ തന്നെ വണ്ടികൾ വന്ന് ടെസ്റ്റ് ചെയ്ത് ഇത് സർട്ടിഫൈ ചെയ്ത് ഇത് സേഫ് ആണ്, എന്നിട്ടാണ് ഇത് ഇന്നത്തെ ഒരു പ്രോഗ്രാം അനൗൺസ് തന്നെ ചെയ്യുന്നത്. എല്ലാം സെറ്റ് അല്ലേ? ഇപ്പം നിലവിൽ ഇപ്പോൾ ധാരാളം വണ്ടികളുണ്ട്. അപ്പം ഒരു വലിയ ഇവന്റ് കോർഡിനേറ്റ് ചെയ്യാന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അപ്പം നമ്മളോട് ഇപ്പോൾ ആരാണ് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്? നമ്മുടെ അസോസിയേറ്റ് ചെയ്യുന്ന മെയിൻ 80 റൂവേഴ്സ് എന്ന് പറഞ്ഞൊരു ഓഫ് റോഡ് ടീമുണ്ട് ട്രിവാൻഡ്രത്ത്, അവരും ഉണ്ട്. അതുകൂടാതെ തന്നെ ശ്രീധന്യയുടെ പ്രോപ്പർട്ടിയാണ് മിസ്റ്റർ കണ്ണൻ, മിസ്റ്റർ ധന്യ ബാബു, പുള്ളിയും കൂടെ സഹകരിച്ചിട്ടാണ് നമുക്ക് ഈ ഇവന്റ് സാധിക്കാൻ ഇത് ചെയ്തത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അവർക്കൊരു താങ്ക്സ് പറയണം. പിന്നെ വന്നു ചേർന്ന എല്ലാ താർ കസ്റ്റമേഴ്സിനും വലിയൊരു താങ്ക്സ് ഉണ്ട്. ബിക്കോസ് അവർക്ക് അവരുടെ വണ്ടിയുടെ യഥാർത്ഥ ഒരു കപ്പാസിറ്റി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ലേ? ശരി. അപ്പം നമ്മൾ ഇന്ന് ഇനിയിപ്പോൾ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് താറ് വാങ്ങിച്ചിട്ടുള്ള പലരും അത് എന്താ പറയുന്നത്, വളരെ ക്യൂട്ടായിട്ടൊരു വെഹിക്കിളാണ് ഇപ്പോഴത്തെ ഒരു താർ എന്ന് പറയുന്നത്. അപ്പോൾ ചെളിയിലിറക്കുക, കല്ലിലിറക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ശരിക്കും പറയാൻ വന്യമായിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് താർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇതുവരെ ഓഫ് റോഡിങ് ചെയ്തിട്ടില്ലാത്തവർ, അല്ലെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ഇത്രയും ഗിയറൊക്കെ ഉണ്ട്, അത് ഇതിൽ ഉപയോഗിച്ചിട്ടില്ലാത്തവർക്ക് അത് എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്ന ഒരു സെഷനാണ്. കാരണം വാഹനം ഓടിക്കുന്ന ആർക്ക്, പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ആണെങ്കിൽ ഈ ഓഫ് റോഡിങ്ങിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ട്രെയിനിങ് സെഷൻ കൂടെയാണ്. കാരണം ഇവിടെ 80 റോവേഴ്സിൻ്റെ അതുപോലെ മഹേന്ദ്രയുടെ ടീമിലെ ആൾക്കാർ നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ഈ വണ്ടി നമ്മൾ ഓഫ് റോഡിൽ ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ ഈ പറയുന്ന ഒരു അപ്രോച്ച് ആംഗിളൊക്കെ അല്ലേ, നമ്മളൊരു കയറ്റം കയറുമ്പോൾ അതെ അടി തട്ടാതെ നമുക്ക് എങ്ങനെ വാഹനം നമുക്ക് ഓടിക്കാൻ പറ്റുന്നുള്ള ടെക്നിക്കലായിട്ടുള്ള ടിപ്സ് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമുക്ക് വാഹനത്തിലേക്ക് ഒന്ന് പോകാം. അപ്പം നമ്മൾ ഈ താർ ലൈഫിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ കൂടെ ഉള്ളത് ഇതിൻ്റെ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓഫ് റോഡ് വാഹനം നമ്മൾ ഓടിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു ട്രാക്കിൽ ഓടിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ജിതിൻ ബ്രോയാണ്. നിങ്ങൾ 80 റോവേഴ്സ് ട്രിവാൻഡ്രം അല്ലേ? ഓക്കെ. അപ്പോൾ ഇവരുടെ ടീമാണ് ശരിക്കും ഈ ട്രാക്ക് മഹേന്ദ്രയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രത്തെ ആദ്യത്തെ ഒരു ഓഫ് റോഡ് ക്ലബ്ബാണ് അല്ലേ, നിങ്ങളുടെ ആദ്യത്തെ ഓഫ് റോഡ് ക്ലബ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഞാനൊരു പക്ക ഒരു ബിഗിനറാണ് ഈ ട്രാക്കിലൊക്കെ ആദ്യമായിട്ട് ഓടിക്കുന്നത്, ലൈഫിലായിട്ട് ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഈ ഒരു വണ്ടിയുടെ കേപ്പബിലിറ്റീസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അപ്പം ആസ് എ ബിഗിനർ എന്ന രീതിയിൽ എങ്ങനെയാണ് ഇത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്? സോ ബേസിക്കലി താർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു കേപ്പബിൾ വെഹിക്കിളാണ്. കാരണം ഒരു ഓഫ് റോഡ് ഇതിനാണെങ്കിലും. ഓക്കെ. പിന്നെ പുതിയ താറിൻ്റെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ട് ഫാക്ടേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാനിപ്പം നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഇൻഫോർമലായിട്ട് പറയാറുണ്ട്, കാർ എന്ന് പറയുമ്പോഴത്തേക്കും താർ എന്ന് പറയുമ്പോഴത്തേക്കും അല്പം വലിയ കാർ. അതെ, അല്പം വലിയ കാറാണ്, കുറച്ചുകൂടെ അല്ലേ? അതിൻ്റെ കൂടെ തന്നെ ഈ ഓഫ് റോഡ് എക്സ്പീരിയൻസ് നമുക്ക് ടോട്ടലി എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. സോ എനി 4-wheel ഡ്രൈവ് വെഹിക്കിൾസ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം നമ്മുടെ ഈ 4-wheel ഡ്രൈവ് സെലക്ടറാണ്. 4-wheel ഡ്രൈവ് സെലക്ടർ. ഇതിൽ നമുക്കിപ്പോൾ വരുന്നത് വെച്ചാൽ നമ്മൾ നോർമൽ ഡ്രൈവിൽ ഇടുന്നത് 2 ഹൈയിൽ ഇടും.
അപ്പൊ ഇത് ഇപ്പൊ നമ്മുടെ ഈ കുട്ടി ലിവർ എന്ന് പറയുന്ന സാധനം പ്രസ് ചെയ്താണ് താറിന്റെ അത് നമ്മൾ 4 ലോയിലേക്ക് വരുമ്പോഴത്തേക്കും പ്രസ് ചെയ്തിടേണ്ട. 4 ലോയിലേക്ക് വരാൻ പ്രസ് ചെയ്യണ്ട. അതെ. അപ്പൊ അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗിയറിന്റെ പൊസിഷൻ എങ്ങനെയായിരിക്കണം? നമ്മൾ ഈ ലിവർ അത് സേഫർ സൈഡ് ന്യൂട്രൽ ആക്കുകയാണ് നല്ലത്. വേറെ ഗിയറിലും വീഴുമോ? വേറെ ഗിയറിലും വീഴും, ബട്ട് മേ ബി കാരണം നമ്മളിപ്പം ബ്ലാങ്കറ്റ് ആയിട്ട് എല്ലാ 4 വീൽ ഡ്രൈവ്സിലും റെക്കമെൻഡ് ചെയ്യുന്നത് ന്യൂട്രൽ ആക്കിയിട്ട് അപ്പം ഓട്ടോമാറ്റിക്കലും സെയിം തന്നെയാണ് ന്യൂട്രൽ ആയിട്ട് അല്ലേ. അപ്പൊ ആദ്യ പാഠം എന്ന നിലയിൽ നമ്മൾ ഓഫ് റോഡ് നിങ്ങളെ എക്സ്പീരിയൻസിൽ ഓഫ് റോഡ് പോകരുത്. കാരണം വണ്ടി കുടുങ്ങി കഴിഞ്ഞാൽ വേറെ വലിച്ചു കയറ്റാൻ വേറെ വണ്ടിയോ അല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുണ്ടെങ്കിലേ പോവുള്ളൂ. കാരണം ബേസിക് റൂൾ ഓഫ് റോഡിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പം ഒറ്റയ്ക്ക് പോകരുത്. ഒറ്റയ്ക്ക് പോയാൽ കംപ്ലീറ്റ്ലി പെടും. അത് തിരിച്ചു വലിക്കാനായിട്ട് ഒരു വണ്ടിയെങ്കിലും കൂടെ വേണം. പിന്നെ പ്രസന്റ്ലി ഓഫ് റോഡ് നമ്മളിപ്പം മറ്റേ അൺനോൺ ടെറിട്ടറീസിൽ പോകുന്നതും റെസ്ട്രിക്റ്റഡ് ഏരിയയിലും പോയാലും അത് പ്രശ്നമാണ്. അതെ. കാട്ടിലൊക്കെ കയറുന്ന ശ്രദ്ധിക്കണം. ഫോറസ്റ്റുകാർ കാട്ടിൽ കയറാനേ പാടില്ല. ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല, കയറാനേ പാടില്ല. ആരെല്ലാം പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഫോറസ്റ്റിന്റെ വലിയ കേസുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓഫ് റോഡിങ് വെഹിക്കിൾ ഉള്ളവർ അതിന്റെ എന്താ പറയുന്നത് നിയമാവശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മാത്രം ചെയ്യാം. പിന്നെ ആസ് റൂൾ വണ്ടി ഓടിക്കുന്ന രീതിയിലാണ് ഫസ്റ്റ് ഓഫ് റോഡ് നമ്മൾ മെയിൻ ഗിയർ ന്യൂട്രലിലേക്ക് വെക്കാം. ഓക്കെ. എന്നിട്ട് ഇപ്പൊ നമ്മൾ നോർമലി ഡ്രൈവ് ചെയ്യുന്നതാണെങ്കിൽ 2 ഹൈയിലായിരിക്കും. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ഷിഫ്റ്റ് 4 ഹൈ. 2 ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൂ വീൽ ഡ്രൈവ് നോർമൽ വർക്കിലൊക്കെ പോകുന്ന പോലെ തന്നെ ഇതിന്റെ ഡ്രൈവ് ബാക്ക് വീലിലാണ് വരുന്നത്. ഓക്കെ. ബാക്കി നമ്മുടെ ഇപ്പൊ നോർമൽ ഹാച്ചും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾസ് ആണ്. ഓക്കെ. ഇതും അതുപോലെ മറ്റു വെഹിക്കിൾസിന്റെയും ഡ്രൈവ് ബാക്ക് വീലിലാണ് പോകുന്നത്. അപ്പൊ ആ ബാക്കിൽ 2 വീലിലേക്കാണ് പവർ ചെയ്യുന്നത്. അതേപോലെ ഈ 4H എന്ന് പറയാൻ 4 വീലിലും പവർ വരും. 4 വീലിലും പവർ വരും. ഈ H എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് നോർമലി നമ്മുടെ എല്ലാ ടെറൈനിലും ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ്. നോർമലി എല്ലാ ടെറൈനിലും ഓടിക്കാൻ. അത് മേ ബി ഒരു സ്ലിപ്പറി കണ്ടീഷൻ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളിപ്പം സിമ്പിൾ പറയാണ് നോർമൽ റോഡ് എടുത്ത് മൂന്നാറോ മറ്റോ പോകുന്നത് ട്വിസ്റ്റി ആൻഡ് കർവി ആയിട്ടോ റോഡ്സിലൊക്കെ 4 ഹൈ ആയിരിക്കും. ഒരു അഡീഷണൽ ഒരു ഇത് കിട്ടും. മഴ പെയ്യാണെങ്കിലും മേ ബി നമുക്ക് എടുക്കാം, ഇതില്ലാതെയും ചെയ്യാം. അതെ. അപ്പൊ ഏറ്റവും നോർമൽ കണ്ടീഷൻ 2H ഇടുന്നത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള കണ്ടീഷനിൽ മഴയൊക്കെ ഇടുന്ന സമയത്താണ് 4H ഇടുന്നത്. അതെ. പിന്നെ ഓഫ് റോഡിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്, അതായത് പക്ക ഓഫ് റോഡിന് ഉപയോഗിക്കുന്ന 4L. അതായത് അതിനൊരു മിനിമം സ്പീഡ് ലിമിറ്റ് ഉണ്ട് 10 to 20 കിലോമീറ്റർ. അതിന്റെ മുകളിൽ പോകുന്ന സമയത്ത് നമ്മൾ 4L ഇടരുത്. ഓക്കെ. അത് മാത്രമല്ല ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ 4L ക്രോളിംഗ് ഉണ്ടാവും. ഈ ഒരു ടെറൈനിൽ കംപ്ലീറ്റ്ലി നമുക്ക് മിനിമം ആക്സിലേറ്റർ ഇൻപുട്ട് ആയി വരുന്നുള്ളൂ. കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, വണ്ടിക്ക് ചെയ്യാനായിട്ടൊരു എബിലിറ്റി ഉണ്ട്. വണ്ടിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ. എന്നിട്ട് ബാക്കിയുള്ള പാർട്ടിൽ നമ്മൾ ഈ 4L ചെയ്യുമ്പോൾ ആക്ച്വലി വണ്ടിക്കകത്ത് എന്താണ് സംഭവിക്കുന്നത്? സോ ബേസിക്കലി ഇതിന്റെ ഗിയർ റേഷ്യോസ് മാറും. അപ്പം നമ്മളിപ്പം സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ 1, 2, 3, 4, 5 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും 5-ലാകുമ്പോഴത്തേക്കും എഞ്ചിനിൽ നിന്ന് ഡയറക്റ്റ്ലി ഉള്ള പവറാണ്. അപ്പോൾ എഞ്ചിൻ എത്ര റിവോൾവ് ചെയ്യുന്നു അതേപോലെയാണ് ഇത് വരുന്നത്. അത് വെഹിക്കിൾ ടു വെഹിക്കിൾ വേരി ചെയ്യാം. ഇൻ ജനറൽ പറയുന്നതാണ്. പിന്നെ 6ഉം 7ഉം ഒക്കെ പറഞ്ഞാൽ ഓവർ ഡ്രൈവ് ആണ്. അപ്പം എഞ്ചിൻ ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ഈ 1.5 പ്രാവശ്യം കറങ്ങുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നടക്കുന്നത്. അപ്പം 4 ലോയിലേക്ക് വരുമ്പോഴത്തേക്കും 4 വീലിലേക്കും വരുന്നു. അതിനെ ഒരു എഞ്ചിൻ 5 പ്രാവശ്യം കറങ്ങുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഞാൻ ഈ റേഷ്യോ കറക്റ്റ് അല്ല, ഫോർ ആൻ എക്സാമ്പിൾ 4 പ്രാവശ്യം കറങ്ങുമ്പോൾ മറ്റേ വീൽ 1 പ്രാവശ്യം ആയിരിക്കും കറങ്ങണം. അപ്പൊ പവർ ഉണ്ടാവും, ടോർക്ക് ഉണ്ടാവും. ടോർക്ക് ഭയങ്കര ഹൈ ആയിരിക്കും അല്ലേ? ടോർക്ക് ഉണ്ടാവും. ആ ടോർക്കിലാണ് നമ്മൾ കയറി പോകുന്നത്. ഓക്കെ. സോ അതാണ് ഇത് ഈ ട്രാൻസ്മിഷൻ കേസ് കൊണ്ടുവരുന്നത്. ശരി, മനസ്സിലായി. അപ്പൊ നമുക്ക് ഓടിച്ചു തുടങ്ങാം അല്ലേ? അപ്പൊ ഞാൻ ന്യൂട്രൽ ഇട്ടു. ഇപ്പൊ വണ്ടി ഇത് ചെറിയ ലിവർ ന്യൂട്രൽ അടക്കുന്നത്. ന്യൂട്രൽ അല്ല, ഇത് 4 ഹൈയിലാണ് അടക്കുന്നത്. ഇനി ന്യൂട്രലിലേക്ക് വരുമ്പോൾ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിപ്പോ ന്യൂട്രലാണ് കിടക്കുന്നത് അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ട 4L-ലേക്ക് ഇടുക എന്നുള്ളതാണ്. L-ലേക്ക് ഇടുക. ഒരു പ്രാവശ്യം കൂടെ പ്രസ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ട്രാക്ക് നമുക്ക് 4H ഓടിക്കാൻ പറ്റുമോ? ഈ ട്രാക്ക് 4H ഓടിക്കാൻ പറ്റും. നമ്മളിപ്പം ഇത്രയും വലിയൊരു ഇവന്റ് ആയത് കാരണം ഒരു സേഫ്റ്റി ആസ്പെക്ട്സ് നോക്കിയിട്ട് കുടുങ്ങി പോയി കഴിഞ്ഞാൽ പാടായിരിക്കും അല്ലേ? കുടുങ്ങി പോകുന്ന മാത്രമല്ല, കാരണം ഇപ്പൊ നമ്മൾ ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം ആ ഒരു സമയത്ത് കുറച്ചും കൂടെ സേഫർ സൈഡ് 4L-ലാണ് കുറച്ചും കൂടെ വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാനും ബെറ്റർ ആയിട്ടുള്ളത്. കാരണം ഇത് ക്രോൾ ചെയ്യുന്നതും മറ്റേ ക്രോൾ ചെയ്ത് കയറുന്നതും എല്ലാം ടോട്ടൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് 4L-ലാണ്. അപ്പൊ നമുക്ക് 4L ഒന്ന് ഇടാം അല്ലേ? അത് പ്രസ് ചെയ്തിട്ടാണ്. അപ്പൊ താറിന്റെ കേസിൽ ബെറ്റർ ഇതിപ്പോ ഇത്രേ ഉള്ളൂ അതോ? അല്ലല്ല, ഇനി ഉണ്ട്. ഇതുണ്ട്, വീഴുന്നില്ലല്ലോ. വണ്ടി ഒന്ന് ഫ്രണ്ടോട് അനക്കണോ? ചെറുതായിട്ട് നനയ്ക്കാൻ മതി. ഓക്കെ. ഇതൊക്കെ മുമ്പോട്ട് ഇടണോ? ഓക്കെ. അപ്പൊ അത് ഇടുവാന്ന് പറയുന്ന ഒരു മൽപ്പിടുത്തം പരിപാടിയാണ്. അല്ല, മൽപ്പിടുത്തം മാത്രമല്ല, അത് ചുമ്മാ വന്ന് വീഴാനും പാടില്ല. അപ്പൊ അതിന് നമ്മൾ സാധനം വെറുതെ കൊണ്ടത് ഈസി ആയിട്ട് ഇടാൻ പറ്റുന്ന സാധനമല്ല. ബട്ട് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന വണ്ടിയിൽ കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും. ഇപ്പോഴത്തെ ഈ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ പിന്നെ ആയിരിക്കും ഇപ്പോഴാണ് നമ്മൾ ഓഫ് റോഡിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. സോ അതിന്റെ ഡിഫറൻസ് ഉണ്ടാവും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഒബ്വിയസ്ലി അവിടെ വരുമ്പോൾ ഒരു
റെസ്ട്രിക്ഷൻ എന്തായാലും വേണമല്ലോ. അതെ അതെ തീർച്ചയായും. അതിന്റെ കാര്യം അപ്പം വീണ്ടും ഒന്നുകൂടെ ന്യൂട്രൽ ഇടുക, ഈ മെയിൻ ഗിയർ ന്യൂട്രൽ ഇടുക. അതിനുശേഷം നമ്മൾ ട്രാക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഫോറിൽ എൻഗേജ് ചെയ്യുക. അത് എൻഗേജ് ചെയ്യുന്നത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വണ്ടിയിലാണെങ്കിൽ ഈസി ആയിരിക്കും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് വണ്ടി പോകാം അല്ലേ. ഇപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഫസ്റ്റ് ഗിയറിലാണ് ഇടേണ്ടത്. ഇതിൽ ഫസ്റ്റ് ഗിയറിലും പോകാം, സെക്കൻഡ് ഗിയറിലും പോകാം, ഡിപെൻഡ്സ് ഓൺ ദി സ്പീഡ്. ഈ ട്രാക്കിൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് ഗിയർ ഫസ്റ്റ് ഗിയർ ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ട്രാക്കിന്റെ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഇതും വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ നീങ്ങാം അല്ലേ? ഷുവർ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ട്രാക്കിന്റെ ബിഗിനിങ്ങിലേക്ക് പോവാണ്. ഇതിപ്പോൾ ആക്ച്വലി ഞാൻ ഒന്നും ചെയ്യേണ്ട. ഇതിപ്പോൾ നമ്മൾ കാലെടുത്ത് ആക്സിലേറ്ററിൽ തന്നെ വണ്ടി ക്രോൾ ചെയ്യുകയാണ്. ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തപ്പോൾ തന്നെ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എന്തൊക്കെ സംഭവം ട്രാക്കിലേക്ക് വണ്ടി വരികയാണ്. ഓവർ. ഓക്കെ ഓക്കെ പോം. അപ്പം നമ്മൾ ട്രാക്കിലേക്ക് നമ്മൾ എൻ്റർ ആവുകയാണ്. അപ്പം ഇവിടെ എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ആണ് ഇവിടെ മെയിനായിട്ട് നമ്മളുള്ളത്? എന്തൊക്കെയാണ് നമ്മൾ ശരിക്കും ഈ ട്രാക്കിനകത്ത് സെറ്റ് ചെയ്യുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്? ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തേക്കുന്ന വെച്ചാൽ താറിൻ്റെ വേരിയസ് കേപ്പബിലിറ്റീസ് പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി ഇതിൻ്റെ അപ്രോച്ച് ആംഗിൾ, ഡിപ്പാർച്ചർ ആംഗിൾ. ഈ അപ്രോച്ച് ആംഗിൾ, ഡിപ്പാർച്ചർ ആംഗിൾ എന്ന് പറയുന്നത്, ഈ അപ്രോച്ച് ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വീല് നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ നേരെ ഒരു നമുക്ക് എത്രയും ഇൻക്ലൈനിൽ കയറാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ബോഡി തട്ടരുത്. അതായത് ഇപ്പം വീൽ ഇവിടെ നിൽക്കുകയാണ്, ബോഡി ഇവിടെ നിൽക്കുകയാണ്, അപ്പോൾ ഇതിന്റെ ഇൻക്ലൈൻ ആംഗിൾ വളരെ കുറവായിരിക്കും. അതായത് കുന്നിന്റെ മുകളിലോട്ട് കയറുവാണെങ്കിൽ അടി തട്ടാതെ അല്ലേ, ഫ്രണ്ട് തട്ടാതെ വീല് പിടുത്തം വരുന്ന ആ ഒരു ആംഗിൾ. അതാണ് സിമ്പിൾ ആയിട്ട് പറയാം. അതായത് ഒരു ഒബ്സ്റ്റക്കിളിനെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും എത്ര ആംഗിൾ വരെ അതിന് എടുക്കാൻ പറ്റും. അതായത് ബോഡി തട്ടാതെ വീല് ഡയറക്ട്ലി ആ ഒബ്സ്റ്റക്കിളിലേക്ക് വരുന്നത്. അതേപോലെ ഡിപ്പാർച്ചർ ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇറങ്ങുമ്പോഴത്തേക്കും അതിന്റെ ബോഡി തട്ടാതിരിക്കാനായിട്ട് എത്ര ആംഗിൾ വരെ പോകാൻ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിന്റെ അകത്ത്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ചെറിയൊരു കുഴിക്കകത്തേക്കാണ് പോകുന്നത്. ഇത് ആക്ച്വലി ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. കാരണം നമുക്ക് എന്താ പറയുന്നത് ഒരു പ്രാക്ടീസ് എന്ന പോലെ ഇതിന്റെ നെക്സ്റ്റ് വേർഷൻസ് ആണ് ഉള്ളത്. ഇത് ആക്ച്വലി ഒരു ബേസിക് ഒബ്സ്റ്റക്കിൾ. കാരണം നമുക്കിപ്പം ചെറിയൊരു ട്രാക്ഷൻ കിട്ടാതെ വരുമ്പോഴത്തേക്കും എങ്ങനെയാണെന്നുള്ളത്. പിന്നെ താറിന്റെ ഒരു അഡ്വാൻറ്റേജ്, പുതിയ താറിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ലോക്കേഴ്സ് ഉണ്ട്. അപ്പം ലോക്കേഴ്സിന്റെ കാര്യമാണ് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അത് നെക്സ്റ്റ് കോഴ്സിൽ നമുക്ക് മീൻസ് ഒബ്സ്റ്റക്കിളിൽ കുറച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റും. സോ ഇപ്പോൾ ലോക്കേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ലോക്കേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പം ഒരു വീലിലേക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ 2 വീലിലേക്ക് പവർ പോകുന്നു. അപ്പോൾ ഒരു വീല് സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ നോർമലി ആ വണ്ടി എന്ന് പറയുന്നത് ഓപ്പൺ ആയ ഫ്രീ ആയിട്ടുള്ള ഇതിലേക്കായിരിക്കും പവർ പോകുന്നത്. മനസ്സിലായി. അങ്ങനെ വരുമ്പോഴത്തേക്കും വണ്ടി പോകത്തില്ല, വീല് കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് ബേസിക്കലി 2 വീൽ ഡ്രൈവ്സിലൊക്കെ ഇങ്ങനെ വീല് കറങ്ങിക്കൊണ്ടേയിരിക്കും, വണ്ടി മൂവ് ചെയ്യത്തില്ല. ആണല്ലേ? ഇവിടെ ഞാൻ ആക്സിലേറ്റർ കൊടുക്കണം, നമ്മൾ ഡിപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ ഒരു ഡിപ്പ് ഇറങ്ങാം. അപ്പോൾ ഇത് ആക്ച്വലി ഇതിന്റെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഈ അപ്രോച്ച് ആംഗിൾ, ആ അപ്രോച്ച് ആംഗിളിന്റെ ലിമിറ്റിലാണ് നിൽക്കുന്നത്. പിന്നെ ഇതൊരു കയറുന്നത് അത് തന്നെ ക്രോൾ ചെയ്തോളും. ആവശ്യമുള്ള സമയത്ത് മാത്രം നമുക്ക് ആക്സിലറേഷൻ കൊടുത്താൽ മതി. കാരണം ഇത് പോകുമ്പോഴത്തേക്കും നമ്മൾ ആകാശം മാത്രമേ കാണുന്നുള്ളൂ. ഓ മൈ ഗോഡ്. ബട്ട് ആ ഒരു ഒബ്സ്റ്റക്കിൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഒന്നിലേക്ക് പോകാനായിട്ട്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഞാൻ ആക്സിലേറ്ററിൽ ഒന്നും ചെയ്തില്ല, തന്നെ വണ്ടി ട്രോളിങ്ങിന്റെ ഇതിൽ നമുക്ക് റൈറ്റിലേക്ക് അല്ലേ? ഇതൊരു ഫുൾ സ്റ്റിയറിംഗ് ടേൺ ആണ്. ഓക്കെ, അത് സ്റ്റിയറിംഗ് എന്തോ ഒന്ന് ഹോൾഡ് ചെയ്യാം. നമുക്ക് പോവാം. ഇതൊരു ഫുൾ സ്റ്റിയറിംഗ് ടേൺ ആണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. ഇനി അടുത്തുള്ളത് വെച്ചാൽ റോക്സ് ആണ്. കാരണം റോക്കി ടെറൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓഫ് റോഡിൽ നോർമലി ഉള്ള ഇതാണ്. കാരണം ഇപ്പം റോഡില്ലാത്ത സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി റോക്സും കാര്യങ്ങളും ആയിരിക്കും. ബട്ട് ഈ റോക്സിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഫാസ്റ്റായിട്ട് ഏതൊരു ഒബ്സ്റ്റക്കിളും ഫാസ്റ്റായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് ഡാമേജ്, ഒബ്സ്റ്റക്കിളിന് ഒരു കാര്യമില്ല. എപ്പോഴും മൈൻഡ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ ഒബ്സ്റ്റക്കിളിനേക്കാളും വില കൂടിയതാണ് നമ്മുടെ വണ്ടി, നശിപ്പിക്കരുത്. സോ ഇതൊരു റോക്കി ഇതാണ്. നല്ല കല്ലിക്കൂടെ കയറി കണ്ടൊരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി മാറുന്നുണ്ട്. ഇനി അടുത്തത് ഇതിന്റെ മാക്സിമം ഇൻക്ലൈൻ ആംഗിൾ ആണ്. ലെഫ്റ്റിലേക്ക് അല്ലേ, ഒരു വീല് മാത്രം താട്ടും. ഈ ഇൻക്ലൈൻ ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്കും മാക്സിമം താറിന് 27 വരെ പോകും. 27 വരെ. ഇൻക്ലൈൻ ആംഗിൾ എന്താണെന്ന് വെച്ചാൽ ഇതാണ്. വണ്ടി ചരിയും, മറിയില്ല, ലെഫ്റ്റോട്ട്. പേടിക്കണ്ട. അയ്യോ മൈ ഗോഡ്. നമുക്ക് വേണേൽ നിലത്ത് തൊടാന്നുള്ളതാണ്. എനിക്ക് ശരിക്കും വണ്ടി അത്രയും ചെരിയിരിക്കുകയാണ്. ഇത് മറിയത്തില്ലല്ലോ അല്ലേ? മറിയത്തില്ല. ഇനിയും ചരിയും, മറിയത്തില്ല. അയ്യോ, ഇങ്ങനെ പോകാനല്ലേ? അങ്ങനെ വണ്ടി വീണ്ടും ചെരിയാ. കുറച്ചുകൂടെ എടുത്തോളൂ. ആണോ? 24
മാക്സിമം ഇൻക്ലൈൻ ഓ 24 സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ ഓക്കെ. അത് പുതിയ താറിൽ ഓഫ് റോഡ് മോഡിൽ അതിൻ്റെ ഇത് സ്പെക്ക് കാണിക്കുന്നുണ്ടാവും, മീൻസ് സ്റ്റാറ്റ്സ് കാണിക്കുന്നുണ്ടാവും. ഇനി കുറച്ച് മുന്നോട്ട് പോയിട്ട് ടേൺ ചെയ്യണം. അല്ല, സോ ഇതാണ് എൻ്റെ ഇൻക്ലൈൻ ആംഗിൾ. ഇങ്ങനെ ഒരു ഇത് ആക്ച്വലി റിയൽ ലൈഫ് സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു ഡൗട്ട് വരും. ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ റീഡിങ്ങിൽ നമ്മൾ നോക്കിയാൽ മതി അല്ലേ? 30 റീഡിങ്ങിൽ കാര്യം നല്ലത് നമുക്ക് ഒരു ജഡ്ജ്മെന്റ് വരുമല്ലോ. റീഡിങ് നമ്മൾ ഇതിൻ്റെ അകത്തൊരു ആംഗിൾ ഒക്കെ നമ്മൾ എങ്ങനെ ജഡ്ജ് ചെയ്യും? നമ്മളിപ്പോ പല കാര്യം നോക്കുന്നത് അളന്നു മുറിഞ്ഞിട്ടല്ലല്ലോ. ഓക്കെ ഓക്കെ. പക്ഷെ അത് ഭയങ്കര ഒരു സംഭവമല്ലേ, ഞാൻ ഇന്ന് പേടിച്ചത് ഇത്ര വില കൂടിയ വണ്ടി ഇനിയിപ്പോ നമ്മൾ മറിച്ചിട്ട് ഇനി ഒരു സീനാക്കിയാലേ. നമുക്ക് റൈറ്റ് സൈഡിൽ കയറാം. റൈറ്റ് സൈഡ്. ഓക്കെ. അങ്ങ് കയറ്റി അങ്ങ് കയറണം അല്ലേ? അല്ല, ഫുൾ ടോൺ എടുത്തോളൂ. ഇനി ഈ ചെയ്യാൻ പോകുന്നത് ആർട്ടിക്കുലേഷൻ പിറ്റ് ആണ്. ആർട്ടിക്കുലേഷൻ പിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിക്കുലേഷൻ പിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടിയുടെ ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഒന്ന് ഹോൾഡ് ചെയ്യും. ഓക്കെ. അപ്പം ഇതിലെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ലോക്കേഴ്സിന്റെ കാര്യം പറഞ്ഞു. അതെ അതെ. അപ്പൊ ലോക്കേഴ്സ് എൻഗേജ് ആവുന്നതും എൻഗേജ് ആകാത്തതും ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കേസായിരുന്നു. ഓക്കെ. അപ്പം ഇപ്പം ഇതിൽ കൊടുത്തേക്കെന്ന് വെച്ചാൽ ഒരു വീല് ബാക്കിൽ ഒരു വീല് ട്രാക്ഷൻ ഉണ്ടാവും, ഒരു വീല് കുഴിയിലായിരിക്കും. ഓക്കെ. അപ്പം ആ സിറ്റുവേഷനിൽ ഇത് അതിൻ്റെ ലോക്കേഴ്സ് എൻഗേജ് ചെയ്തിട്ട് രണ്ട് വീല് ലോക്ക് ചെയ്ത് ഈ ഒബ്സ്റ്റക്കിൾ ക്രോസ് ചെയ്യുന്ന കാണിക്കുന്നത് അല്ലേ? ഓക്കെ. എടുത്തോളൂ. ആവശ്യമുള്ളിടത്ത് മാത്രം ആക്സിലേഷൻ കൊടുത്താൽ മറ്റേ വണ്ടി നേരത്തെ പോലത്തെ തന്നെ വണ്ടി ചെയ്തോളൂ. ആണല്ലേ? ഇതിപ്പം നമ്മുടെ ഫ്രണ്ട് വീല് ഓപ്പൺ ആണ്, ഇതും ഓപ്പൺ ആണ്. ഓക്കെ. ഒന്ന് ലെഫ്റ്റ് കൊടുക്കും അല്ലേ? എടുത്തോളൂ. ഈ ഒരു പിടുത്തം വരുമല്ലോ, അവിടെയാണ് ലോക്കേഴ്സ് എൻഗേജ് ആവുന്നത്. ആക്സിലേഷൻ കൊടുത്തോളൂ. കൊടുക്കണം. അതായത് ഫ്രണ്ട് റൈറ്റും പിടിക്കുന്നുണ്ടല്ലേ? പിടിക്കുന്നുണ്ട്. അതാ ലോക്കേഴ്സ് പിടിക്കുന്നത്. പോട്ടെ. നമ്മൾ ഈ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് കാല് കൊടുക്കാൻ പാടില്ലല്ലേ? ഓട്ടോമാറ്റിക്കലി ആ ട്രോളിംഗിൽ കയറി വരണമെന്നാണോ? ഓട്ടോമാറ്റിക്കലി ട്രോളിംഗിൽ കയറി വരണം. പക്ഷേ ലോക്കേഴ്സ് എൻഗേജ് ആണെങ്കിൽ ഒരു 1000 RPM മുകളിൽ അങ്ങനെ വരുമ്പോഴത്തേക്കും ആണ് ഓട്ടോമാറ്റിക്കലി ലോക്ക് ചെയ്യുന്നത്. ലെഫ്റ്റ് അല്ലേ? ഒരു സെക്കൻഡ്, വല്ലാത്തൊരു സംഭവമാണ്. ഒന്നും കൂടെ ഒന്ന് കയറിക്കോളൂ. ഒന്ന് ഹോൾഡ് ചെയ്യും. ഇതിലിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് ലെഫ്റ്റ് വീല് കുഴിയിലാണ്, ബാക്ക് റൈറ്റ് വീല് കുഴിയിലാണ്. ഈ ആംഗിൾ ചെയ്തേക്കുന്ന വീല് മാത്രമേ ട്രാക്ഷൻ ഉള്ളൂ. ഇപ്പോൾ നോർമൽ ഒരു വെഹിക്കിളാണെങ്കിൽ ലോക്കേഴ്സ് ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് ഓപ്പൺ ആയിട്ടുള്ള വീല് കറങ്ങിക്കൊണ്ടിരിക്കത്തുള്ളൂ, പോകത്തില്ല. ബട്ട് ഇതിലിപ്പോൾ ഈ കണ്ടീഷനിൽ രണ്ട് ലോക്കേഴ്സ് എൻഗേജ്ഡ് ആവും. ഇത് ഒബ്സ്റ്റക്കിൾ ക്രോസ് ചെയ്ത് പോകാം. എടുത്തോ. ഓ, ഇതാണ് ആ കയറിയത്. ഓ മൈ ഗോഡ്, വേറെ വണ്ടിയാണ് തീർന്നു. വണ്ടിയാണെങ്കിൽ ഇനി അടുത്തത് മറ്റേ നമുക്ക് കേരളത്തിൽ എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്ലഡ്സ്. അപ്പോൾ വെള്ളത്തിൽ വരുമ്പോൾ എല്ലാവരുടെയും ഒരു മിസ്കോൺസെപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫാസ്റ്റ് ആയിട്ട് ഇടിച്ചു പോവുക, രക്ഷപ്പെടുക. അങ്ങനെയല്ല, സ്ലോ ആയിട്ട് പോയെങ്കിൽ ആ പവർ കൊടുത്ത് പോവുക മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ സ്ലോ ആയിട്ടൊന്ന് ഇറങ്ങുക. ഇതിന്റെ വാട്ടർ വെയ്ഡിംഗ് കപ്പാസിറ്റി 600 അല്ലേ? 60 സെന്റിമീറ്റർ. 600 mm. ഓക്കെ. അതായത് നമ്മുടെ ഈ വരെ പോകും, അത് വിത്തൗട്ട് എനി മോഡിഫിക്കേഷൻസ് അത് പോകും. ഇത് പതുക്കെ കാല് കൊടുക്കണം അല്ലേ? കാല് കൊടുത്ത് കയറി വരാം അല്ലേ? അതെ. ഓ, അതൊരു ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ, അടിപൊളി. കാരണം നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴത്തേക്കും വണ്ടിയുടെ ഡൈനാമിക്സ് ഒന്ന് മാറും. ഓക്കെ. ഇത് ഒരു നോർമൽ ഒബ്സ്റ്റക്കിൾ കൊടുത്ത പോലെ ഇപ്പോൾ ടയർസിന്റെ മുകളിൽ കവർ ചെയ്ത് പോകുന്നത്. ഓക്കെ. അപ്പോൾ അത് നമ്മുടെ എന്ത് ഒബ്സ്റ്റക്കിളും, അതായത് ഒരു സാമ്പിൾ പോലെ. മനസ്സിലായി. അപ്പോൾ സ്ലോ ആയിട്ട് എടുക്കുക, സ്റ്റഡി ആക്കുക, അതാണ് ഉദ്ദേശം. പതുക്കെ കൊണ്ടുപോകല്ലേ? വലിയ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് കൺട്രോൾ ചെയ്യുക. ഒരു ഒബ്സ്റ്റക്കിളിനെയും സ്പീഡിൽ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. കാൽക്കുലേഷൻ വെച്ച് അല്ലെങ്കിൽ സ്ലോ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നടക്കുള്ളൂ. ഓക്കെ. സോ ദിസ് അങ്ങനെ നമ്മൾ ഭയങ്കര വിജയകരമായിട്ട് ഇത് പൂർത്തിയാക്കിയിരിക്കുകയാണ്. എന്തായാലും ജിതിൻ ബ്രോ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്ത ഇവന്റ്സ് ഒക്കെ വരുമ്പോൾ വിളിക്കാം. ഓക്കെ. എന്തായാലും ഞാനിത് നമ്മുടെ വീഡിയോയിലായിട്ട് എല്ലാവരും ഒന്ന് അറിയിക്കുന്നതായിരിക്കും. കാരണം എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ഹാപ്പിനെസ് ആണ്. കാരണം ആദ്യമായിട്ടാണ് ഒരു ഓഫ് റോഡിങ് സെഷൻ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റിയത്. അപ്പം റോബിൻ, താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇനിയിപ്പം വണ്ടി എടുത്ത് എവിടെ പോകണമെന്നും എവിടെ പോകണ്ടെന്ന് മനസ്സിലായല്ലോ. ഇനി നിങ്ങളുടെ പരിപാടി ക്ലബിന് പരിപാടിക്ക് വിളിക്കാം, ഞങ്ങളെ കൂടെ കൊണ്ടുപോകും അവിടെ ഇവിടെയൊക്കെ. താങ്ക് യു. ഓക്കെ.